ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളൊരു 6:31 ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയത് വർക്കിനല്ല, നമ്മള് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇന്ന് വീട്ടിലേക്ക് പോണത് വണ്ടി കൊണ്ടാ പോണത്. അപ്പോ നമ്മളെ വണ്ടിയിൽ CNG ഇല്ല, CNG മിന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരെ കാക്കനാട് നമ്മളെ CNG പമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 4-5-6 വണ്ടിയും പാടെ ഉണ്ട് ഫ്രണ്ടില്. അപ്പൊ ഇതും പാടെ കഴിഞ്ഞിട്ട് വേണം അടിക്കാൻ. സമയം ഇപ്പൊ തന്നെ 6:30 ആയി. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു. ഇതെന്താന്നോ, ബ്ലോക്കൊക്കെ ആവണതിന് മുമ്പേ പെട്ടെന്ന് തന്നെ വീടെത്തണം. ഞാൻ സാധാരണ ഇങ്ങനെ കാർ എടുത്ത് പോലില്ല വീട്ടിക്ക്. ആകെ ഒരു 3-4-5 വട്ടയ്ക്ക് കാർ എടുത്ത് പോയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ട്രെയിനിനാ പോല്. മറ്റേ വേണമെങ്കിൽ ട്രിപ്പൊക്കെ എടുത്ത് പോവാ. എന്റെ റൂമിന്റെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ ട്രിപ്പൊക്കെ എടുത്തിട്ട് എന്തായാലും വണ്ടി എടുത്തിട്ട് പോവല്. എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോ പിന്നെ ട്രിപ്പ് എടുത്തിട്ട് ഇങ്ങനെ അതെന്താന്നോ, നമ്മള് ഡെസ്റ്റിനേഷൻ ഇട്ട് പോയി കഴിഞ്ഞാല് നമ്മള് കരുതിയ സമയത്ത് അവിടെ എത്തൂല. നമ്മളൊരു സമയത്തിന് എത്തണം എന്ന് കരുതിക്കണെങ്കിൽ അവിടെ എത്തൂല. അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഓട്ടങ്ങൾ കറക്റ്റ് അടിക്കണം എന്നില്ലല്ലോ. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കും. ഇന്ന് എന്തായാലും വണ്ടി കൊണ്ടുവരും നിർബന്ധമാണ്. കാരണം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ തിങ്കളാഴ്ച ഞായറാഴ്ച വരും. വരുന്ന അന്ന് ഇമ്മമ്മയും 2 അനിയന്മാരും വരുന്നുണ്ട്. അപ്പൊ അവരിവിടെ കുറച്ച് ദിവസം നിൽക്കും. അപ്പൊ പിന്നെ അവരെ കഴിഞ്ഞ പ്രാവശ്യം അവര് വന്നപ്പോ തന്നെ എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ഉമ്മയും ഉപ്പയും. അപ്പൊ അവരന്ന് തന്നെ ലോക്കലിൽ കേറിയിട്ട് ആകെ തിരക്കൊന്നും നീങ്ങാൻ പോലും സ്ഥലം ഉണ്ടായില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ആ ബ്ലോക്കിൽ പോരാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെങ്കിൽ ഇവരെ കൊണ്ട് ഫാമിലിനെ കൊണ്ട് വരുമ്പോ ലോക്കലിൽ അങ്ങനെ കയറാൻ പറ്റൂല. ഫുള്ള് നല്ല തിരക്കായിരുന്നു. അപ്പൊ പിന്നെ ഇപ്രാവശ്യം ഇമ്മമ്മയും കൂടി ഉണ്ട്. ഇമ്മമ്മക്ക് തീരെ വയ്യ. അപ്പൊ പിന്നെ വണ്ടി എന്തായാലും എടുക്കുക കരുതി. അവര് ട്രെയിനിന് വരാൻ തന്നെ കരുതിയത്. അപ്പൊ പിന്നെ ടിക്കറ്റ് ഇനി ബുക്ക് ചെയ്ത് നടക്കൂല, ചിലപ്പോ കിട്ടൂല, എല്ലാവർക്കും കിട്ടൂല ചിലപ്പോ. അപ്പൊ പിന്നെ റിസ്ക് എടുക്കണ്ട വിചാരിച്ചു. നമ്മളിത് എന്തായാലും വണ്ടി ഉണ്ടല്ലോ, CNG അടിച്ചിട്ടാണ് പോകുന്ന പോലെ. അപ്പൊ അങ്ങോട്ട് എന്തായാലും പോകുമ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ഊബർ ഓൺ ആക്കിയിട്ട് നമ്മളെ ഡെസ്റ്റിനേഷൻ നോക്കി നോക്കട്ടെ. വല്ല തൃശ്ശൂർക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലാഭമായി, ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല എയർപോർട്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും പറ്റും. അപ്പൊ ഏതായാലും ഇവിടുന്ന് CNG അടിക്കട്ടെ. 6:38 സമയം. ഇവിടെ ഇപ്പൊ ഇന്ന് ഒരു കുറ്റിമേ CNG അടിക്കണുള്ളൂ, അപ്പുറത്ത് കുറ്റിമ അടിക്കണില്ല. ഞാൻ മുമ്പത്തെ വണ്ടി ഇങ്ങനെ ഇട്ടപ്പോ എന്താ ഇത് ഇങ്ങനെ ഇട്ടിക്കണേ എഴുതി. അപ്പൊ അപ്പുറത്ത് അടിക്കണില്ലോണ്ട് വർക്കിംഗ് ഒക്കെ തന്നെയാണ്, ലൈറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരിക്കും. ഞാൻ ഇപ്പൊ 2 കുറ്റി ഉണ്ടല്ലോ എഴുതിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ HMTയില് പമ്പിലേക്ക് പോകാനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ സമയം പോയി. അങ്ങനെ ഒരു 6:45 നമ്മള് CNG അടിക്കൽ കഴിഞ്ഞിട്ടോ. ഫുൾ ടാങ്ക് കയറിയിട്ടുണ്ട്. അപ്പോ 726 രൂപ കേട്ടോ ഇത് ഫുൾ ടാങ്കിന്. അപ്പോ 159 കിലോമീറ്ററാണ് കഴിഞ്ഞതിൽ ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. ഇനി നേരെ ഊബർ ഡെസ്റ്റിനേഷൻ ഇട്ടാണ്ട് നേരെ ഇവിടുന്ന് പോട്ടെ. ഞാൻ നേരത്തെ ഒന്ന് ഡെസ്റ്റിനേഷൻ ഇടാൻ നോക്കി നോക്കി. അപ്പോ നമ്മളാ സെർച്ച് ചെയ്യണ ബാർ അവിടെ ഉണ്ടായിരുന്നില്ല, ഡെസ്റ്റിനേഷൻ ഇടുന്ന ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇനി ഏതായാലും ഡെസ്റ്റിനേഷൻ ഇട്ടാണ്ട് ഇവിടുന്ന് ഞാൻ പോട്ടെ. അപ്പൊ ഇപ്പൊ നമ്മള് NGO കോട്ടേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടത് പെരിന്തൽമണ്ണക്കാട്ടോ ഡെസ്റ്റിനേഷൻ എടുക്കണേ. തൃശ്ശൂർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇനി അഥവാ ചിലപ്പോ വല്ല പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ട്രിപ്പ് അടിച്ചാലോ. അപ്പൊ പിന്നെ മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പെരിന്തൽമണ്ണന് ഇട്ടിട്ടുണ്ട്. അവിടേക്കൊക്കെ അങ്ങനെ ആവോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും പോട്ടെ, ഒരു നീണ്ട യാത്ര. ഇവിടുന്ന് നമുക്ക് 138 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്, 3.5 മണിക്കൂർ. അതായത് ഒരു 10-20 ആകുമ്പോൾ ഇവിടെ നാട്ടിലെത്തുന്ന കാണിക്കണം പെരിന്തൽമണ്ണ കേട്ടോ. അപ്പൊ ഇപ്പൊ ഒരു മാച്ച് ട്രിപ്പ് വന്നു പാലാരിവട്ടത്തേക്ക്. അത് നമ്മളെ ഡെസ്റ്റിനേഷൻ കറക്റ്റ് ആയിട്ടില്ലോണ്ട് എന്താ അറിയില്ല. ചിലപ്പോ ഇങ്ങനെ ഡെസ്റ്റിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ വേറെ എവിടേക്കൊക്കെ ട്രിപ്പ് അടിക്കും. ഇപ്പൊ ഈ കളമശ്ശേരി, ആലുവ ഈ ഭാഗത്തേക്കൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ പാലാരോട്ടം ബാക്കൊക്കെ അടിച്ചിരിക്കണേ. മാച്ച് ട്രിപ്പ് വന്നതുകൊണ്ട് ഞാൻ കളഞ്ഞു. ഇനി നമ്മള് അങ്ങനത്തെ അൽക്കൊയ്ത ട്രിപ്പുകളൊന്നും നമ്മൾ എടുക്കൂല. നമുക്ക് നേരെ വേഗം പോകും. അപ്പൊ തന്നെ പുറപ്പെട്ടാല് 10-20 അവിടെ എത്തണുള്ളൂ പെരിന്തൽമണ്ണ. അപ്പൊ നമ്മള് ബ്ലോക്കിൽ പൊട്ടിട്ടോ. നമ്മളെ നോർത്ത് പറവൂര് ആലുവ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മളെ ചിപ്സ് ഒക്കെ കിട്ടുന്ന കടന്റെ അവിടെ. 5 സ്റ്റാർ ചിപ്സിന്റെ അവിടെയാണ് ഇപ്പൊ ഉള്ളത്. 7-6 ഇവിടെ മുഴുവൻ റെഡ് കളറിലാണ് മാപ്പ് കാണുന്നുണ്ടോ. ഏകദേശം നമ്മളെ ദേശം വരെ ബ്ലോക്ക് ആട്ടോ, അങ്ങനെയാണ് കാണിക്കുന്നത്. ഇതുണ്ടോ, മുഴുവൻ അനങ്ങണില്ല വണ്ടി. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ എപ്പോഴേലും അനങ്ങണുള്ളൂ, നമ്മളെ രാവിലെ ബ്ലോക്ക് ഉള്ള പോലെ. അത് ചിലപ്പോ അവിടെ 2 പാലുണ്ടല്ലോ, ഒരു പാലം ചിലപ്പോ എന്തായാലും പണിയിലായി ചിലപ്പോ അടച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഒരു പാലം മാത്രം തുറന്നു കേൾക്കരുത്. അതാണ് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ബ്ലോക്ക് കാണിക്കുന്നുണ്ടാവുക. എന്താ അറിയില്ല, അവിടെ ചെല്ലുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. ദേശത്തിന്റെ അവിടെ കുറച്ചെത്തുമ്പോ ഒരു ഓറഞ്ച് കളർ ഉണ്ട്, അതുവരെ ചോപ്പാണ്. സമയം 7:20 ആയിട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പാലം 2 വേ ആക്കിയതാണ്. അപ്പൊ മറ്റേ പാലത്തുമ്പോ എന്തോ ഒരു കണ്ടെയ്നർ കിടക്കുന്നുണ്ട്, 2 കണ്ടെയ്നർ കിടക്കുന്നുണ്ട്. എന്താണ് സംഭവം അറിയില്ല. അല്ല 2 അല്ല, 2-3-4 കണ്ടെയ്നർ പാലത്തുമ്പോ കിടക്കുന്നുണ്ട്. വണ്ടി അടക്കമുണ്ടോ എന്താ എനിക്കറിയില്ല. ചിലപ്പോ വണ്ടി എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയതാണോ, അത് അവിടേക്ക് സാധനം കയറ്റിയതാണോ എന്താ അറിയില്ല. എന്തായാലും അവിടെ ബ്ലോക്കായി കിടക്കേണ്ട ഒരു 3-4 കണ്ടെയ്നർ അവിടെ ഉണ്ട്. അപ്പൊ ഈ ഭാഗം ഇങ്ങോട്ട് 2 വേ ആക്കിക്കാണ്. അപ്പൊ അങ്ങനെ 2 വേ ആക്കിയോണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ ബ്ലോക്ക് ആയത്. എത്രങ്ങാനും വണ്ടികളൊക്കെ കണ്ടു, ബസ്, ലോറി എല്ലാം ഉണ്ട്. ഇവിടെ ഒരു ബാക്കിലൊരു യൂട്ടൺ ഉണ്ടായിരുന്നു, അവിടെ ആകെ ലോക്ക് ആയിക്കണു. വണ്ടികള് മൊത്തം ലോക്കാണ്. കുറച്ചാൾക്കാർ ഇതിലെ കയറി വന്നിക്കണു ഈ റോട്ടിന്, കുറച്ചാൾക്കാർ അപ്പുറത്തെ റോട്ടിനും ഉണ്ട്. അപ്പൊ ആ റോട്ടിൽ നിന്ന് ഈ റോട്ടിക്ക് കയറണം. അവിടെ ആ യൂട്ടന്റെ അവിടെ ആകെ ബ്ലോക്ക് ആട്ടോ. അതാണ് ഇവർക്കൊക്കെ ഇന്ന് നേരം വെക്കും. ആകെ ഒരു പാലത്തിന്റെ പ്രശ്നം കൊണ്ട്. എന്താണ് സംഭവം എന്നാവോ.
കൂടുതൽ ഇതേപോലുള്ള വലിയ സ്ലീപ്പർ ബസ് അങ്ങനത്തെ ബസ്സുകളാട്ടോ. ഇതിൽ ഇടക്കിടക്ക് ബസ്സുകളുണ്ട്. അതൊക്കെ ഉണ്ടോ, ഇവിടെ ഉണ്ട് ഒരു ബസ്. ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്നും മറ്റോടത്തുനിന്നൊക്കെ വരുന്നവരൊക്കെ എന്തായാലും ഒക്കെ നേരം പറ്റിയിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു ബസ്, അതിന്റെ ബാക്കിലൊരു ബസ്, ഒക്കെ ലോറിക്കാരും ബസ്സാരും. എന്താ ഓലാണുള്ള ഈ രാത്രി സഞ്ചാരങ്ങള്. അപ്പൊ അവര് കൃത്യസമയത്ത് നിന്ന് എന്തായാലും എത്തൂല. വൈറ്റിലൊക്കെ എത്തുമ്പോഴത്തേന് ആകെ ബ്ലോക്കൊക്കെ താണ്ടി എത്തുമ്പോഴത്തേന് കുറെ ലേറ്റ് ആവും. ഇത് മൊത്തത്തില് വലിയ എന്തെങ്കിലും ഒരു പ്രശ്നമാവും. ഇതിൽ കൂടി ഇപ്പൊ ഒരു ആംബുലൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും രക്ഷപ്പെടൂല. ഇതൊക്കെ നമ്മള് എയർപോർട്ടിന്റെ അവിടുത്തെ CNG പമ്പിന്റെ അവിടെ വരെ എത്താനായി ഈ ബ്ലോക്ക്. വണ്ടികളൊന്നും അനങ്ങണ പോലും ഇല്ല ഈ വണ്ടികള്. കാരണം ഈ വണ്ടികൾക്ക് എന്താ വെച്ചാല് നമ്മളെ ഈ റോട്ടിക്ക് കേറിയിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം ഈ ഭാഗത്തുള്ള പാലം മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ. ഇതാണോ നമ്മളെ കറക്റ്റ് നമ്മളെ CNG പമ്പ് ഇന്ത്യൻ ഓയിലിന്റെ നേരെ ഇവിടെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കൂടിച്ചേർന്നുകൊണ്ട് നിൽക്കുകയാണ് വണ്ടികള്. ഇവിടെയാണ് ഇതിന്റെ ലാസ്റ്റ്. ഇപ്പൊ ഇങ്ങനെ വരുന്ന വണ്ടികളൊക്കെ ഇപ്പൊ ഇനി ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം ബ്ലോക്ക് കടക്കാനാണ് ഈ പോകുന്നത്. നമ്മളെ CNG പമ്പാട്ടത്. അങ്ങനെ ഇപ്പൊ നമ്മള് അങ്കമാലി കഴിഞ്ഞിട്ടോ, അങ്കമാലി ജംഗ്ഷന്. ഇപ്പൊ റാപ്പിഡോയില് ലുലു മാളിലേക്ക് ഒരു ട്രിപ്പ് അടിക്കണേ. 462 രൂപ, 25 കിലോമീറ്റർ. അപ്പൊ ഇനി റാപ്പിഡോ യാത്രയൊക്കെ ഓഫാക്കാം. കാരണം ഇനി അങ്ങോട്ട് റാപ്പിഡോക്ക് വർക്കില്ല. കാരണം റാപ്പിഡോക്ക് ഒരു അതിർത്തി ഉണ്ട്. ആ അതിർത്തിന്റെ അപ്പുറത്തേക്ക് റാപ്പിഡോയില് ട്രിപ്പ് അടിക്കൂല. ഊബർ മാത്രമേ ഇനി കിട്ടുള്ളൂ. ഊബറും കിട്ടുമെന്നൊന്നും പറയാൻ പറ്റൂല. നമ്മളിങ്ങനെ ഓണാക്കി കണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പറവൂർ കവലിന്ന്. അപ്പൊ അത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അത് മറ്റേ നമ്മളെ കൂനമ്മാവ് ഭാഗത്തേക്കായിരുന്നു. അപ്പൊ ആ ഭാഗത്തേക്കൊന്നും ഇനി പോണ്ട. അപ്പൊ ഞാനത് കളഞ്ഞു. പിന്നെ 3-4 മാച്ചുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടേക്ക് ഇവിടേക്കൊക്കെ ആയിരുന്നു. നമ്മൾ ഈ റൂട്ടൊക്കെ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ട്രിപ്പാളൊന്നും എടുത്തില്ല. അപ്പൊ ഇനി റാപ്പിഡോ ഓഫ് ചെയ്യട്ടെ. ഇവിടെ വേറെ വണ്ടികളില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. 600 മീറ്റർ ഉണ്ട് പിക്കപ്പ്. എനിക്ക് തോന്നണത് ആ റൈറ്റ് സൈഡ് ആക്കണ ഒരു ഫ്ലാറ്റ്, അപ്പൊ ആ ഭാഗത്തേക്ക് 2-3 ഫ്ലാറ്റ് ഉണ്ട് ഈ ജംഗ്ഷനിൽ കേട്ടോ. അവിടേക്ക് റേറ്റ് തിരിയാ. അപ്പൊ ഇവിടുന്ന് നമുക്ക് ട്രിപ്പ് അടിക്കലുണ്ട് ആ റൈറ്റ് സൈഡിന്ന്. അപ്പൊ അങ്ങനെ നമ്മളെ സിഗ്നല് ഗ്രീൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് റാപ്പിഡോ യാത്രയൊക്കെ ഓഫ് ചെയ്ത്. ഇനി ഊബർ മാത്രം കേട്ടോ. നമ്മളെ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണക്കാണ്. അത് എത്രത്തോളം വർക്കാവും നമുക്ക് അറിയില്ല. വല്ല തൃശ്ശൂർക്കാരൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ ഈ പോണ എണ്ണ പൈസയിലൊന്ന് കിട്ടും. ഇപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഏതായാലും യാത്രകൾ തുടരുന്നു. അപ്പൊ നമുക്ക് ഇവിടുന്ന് തൃശ്ശൂർക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിലൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ട്. അതിന്റെ ഒരു സ്കൂട്ടിയും കാറും തോന്നുന്നുണ്ട്. ഈ കാറാ ഒരു BMW അവിടെ കിടക്കണേ. 3-4 കാറുകളോട് അടുപ്പിച്ച് നിർത്തിക്കണേ. ഒരു സ്കൂട്ടി ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ടില്. അപ്പോ ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെങ്കിൽ നമ്മള് ആ ആക്സിഡന്റ് ആയ അവിടെയാണ് യൂട്ടൺ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ട്രിപ്പ് അടിച്ചു. അപ്പൊ അത് 6 കിലോമീറ്റർ അതിന്റെ പിക്കപ്പ്. നമ്മളെ തൃശ്ശൂരിലേക്കാണ് കണ്ടത്. 359 എത്ര രൂപയുടെ ഒരു ട്രിപ്പാണ്. അപ്പൊ പിന്നെ ഏതായാലും അതെടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോ 10 മിനിറ്റ് ഉണ്ട് കേട്ടോ പിക്കപ്പിന്. ആദ്യം കസ്റ്റമർ ഒന്ന് വിളിച്ച് പറയട്ടെ 10 മിനിറ്റ് ആവുന്നു. എന്തായാലും ഓക്കെ എന്നേ പറയുള്ളൂ. കാരണം ഈ പരിസരത്ത് ചിലപ്പോൾ വണ്ടികൾ ഉണ്ടാവില്ലേക്കാരം. ഇത്ര സമയമാവും പിക്കപ്പിന്. അപ്പൊ ഏതായാലും കറക്റ്റ് തൃശ്ശൂരല്ല, തൃശ്ശൂർ എന്നാലും ജസ്റ്റ് കണ്ടു. ഏത് ഭാഗത്തേക്കാണാവോ. അപ്പൊ ഞാനേ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്ടൺ തിരിഞ്ഞിട്ടോ. മറ്റേ റോഡാണ് തൃശ്ശൂർക്കുള്ള റോഡ്. ഞാൻ യൂട്ടൺ അടിച്ചു. അപ്പൊ ഒരു 8 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. എന്തോ ഒരു ബൃന്ദാവൻ റോഡോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയില്ല. അപ്പൊ ഏതായാലും പോയിട്ട് പിക്ക് ചെയ്യട്ടെ. ഉഷ എന്നാണ് കസ്റ്റമറുടെ പേര്. ഇത് എടുത്തത് എന്തായാലും ഒരു ഉപകാരമായി. നമ്മളെ ടോള് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരമായി. കാരണം ടോൾ നമുക്ക് അതിൽ ഇൻക്ലൂഡിംഗ് ആയിട്ട് കിട്ടും. നമ്മൾ എന്തായാലും ഇപ്പൊ ടോള് 90 രൂപ കൊടുത്തിട്ട് പോകേണ്ടതായിരുന്നു. അപ്പൊ ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഊബറിന്റെ ആ ട്രിപ്പിൽ നമുക്ക് ഇൻക്ലൂഡിംഗ് ആയിട്ട് കിട്ടും. ഇനി ഇവിടുന്ന് ഒരു 2.8 കിലോമീറ്റർ കൂടി ഉണ്ട്. കാണുന്നുണ്ടോ അറിയില്ല. അപ്പൊ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റില്. ഞാൻ ഇപ്പൊ ട്രിപ്പ് കിട്ടുമെന്ന് എഴുതിയില്ല. അപ്പൊ അതിനെടുത്തിട്ടേ ഡിക്കിയിലേക്ക് ഇടട്ടോ. അങ്ങനെ നമ്മളെ പിക്കപ്പ് പോയിന്റ് എത്താനായിട്ടോ. ഇനി ഒരു 450 മീറ്ററും കൂടി ഉള്ളൂ. ഇത് കുറെ ഇങ്ങനെ ആദ്യമൊക്കെ ചെറിയ റോഡായിരുന്നു. പിന്നെ ഒരു വലിയ റോഡിലേക്ക് ചാടി. ഇനിയിപ്പോ കറക്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ആള് നിക്കണ അറിയില്ല. എന്തോ ഒരു ബൃന്ദാവൻ റോഡ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവിടെ എത്തിയിട്ട് വിളിക്കാറുണ്ട്. 3-4 അമ്പലങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലം. നല്ല പാടവും കാര്യങ്ങളും. ഇന്ന് നല്ല തണുപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ലൊക്കേഷൻ കറക്റ്റ് തന്നെ കേട്ടോ. ഇതാണ് ഇപ്പൊ വൃന്ദാവൻ റോഡ് എന്ന് പറഞ്ഞത്. മറ്റത്തൂർ കുന്ന് വൃന്ദാവൻ റോഡ്. അപ്പോ ഇനി ഇതിലൊരു 100 മീറ്ററോ 50 മീറ്റർ എന്തോ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇതൊരു വാസൻ എയ്ക്കർ ഹോസ്പിറ്റൽ പറഞ്ഞിട്ടേ ഇവിടെ തൃശ്ശൂർ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ ടോൾ നമുക്ക് ഇൻക്ലൂഡിങ് ആയിട്ട് കിട്ടി. ഇതിന് വലിയ റേറ്റ് ഒന്നും കിട്ടിയില്ല. 342 ആട്ടോ കിട്ടിക്കണേ. 317 ആണ് ക്യാഷ് കളക്ട് ഉള്ളത്. 342 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതില് ടോൾ ഇൻക്ലൂഡിങ് ആയി കിട്ടിയിട്ടുണ്ടാവും നമുക്ക്. ടോള് ഞാനിപ്പോഴാട്ടോ വാങ്ങിക്കൊടുന്നത് 90 രൂപ. യോക്കെ ചാടിയോ. ഇതിപ്പോ ഞാന് ചെറിയ റേറ്റ് ഉള്ളു ഫെയർ. അപ്പൊ ടോള് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ട്രിപ്പ്. അതാണ് ഒരു സന്തോഷം ഉണ്ടായിരുന്നത്. അപ്പോഴെ പിന്നീട് ഞാൻ ആലോചിച്ചു ഇന്റർസിറ്റി ട്രിപ്പിൽ നമുക്ക് ടോൾ ഇൻക്ലൂഡിങ് അല്ലല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോ അതിൽ 90 കാണുന്നില്ല. ടോളിന്റെ പൈസ കാണുന്നില്ല. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തോണ്ട് ഞാൻ അകത്ത് കയറിയപ്പോ അവര് മാത്രമേ ഉള്ളൂ കസ്റ്റമർ. അപ്പൊ ഞാൻ അങ്ങനെ 90 രൂപ ഇപ്പൊ വാങ്ങിക്കൊടുന്ന്.
ഇവിടുന്ന് പോവാത്ത ഭാഗ്യത്ത് 800 കിട്ടി. ഇനിയിപ്പോ നമ്മള് ആ ഭാഗത്തു നിന്നാണ് വന്നത്. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആ ഭാഗത്തേക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോ ഇനി റൗണ്ടൊക്കെ ഇനി വരുന്നുള്ളൂ. തൃശ്ശൂർ റൗണ്ടും കഴിഞ്ഞിട്ട് നേരെ ഇനി 66 കിലോമീറ്റർ കേട്ടോ. വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചിക്കണേ. ഇത് എവിടുക്കാന്ന് എനിക്കറിയില്ല. വെറ്ററിനറി ഹോസ്പിറ്റൽ അത് കിട്ടിയില്ല കേട്ടോ. 62 കിലോമീറ്റർ ഉണ്ട് ഇനി. 2 മണിക്കൂർ 2 മിനിറ്റും. അപ്പൊ ഇനി തൃശ്ശൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ചായ കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ഈ ജംഗ്ഷൻ ഒന്ന് കഴിയട്ടെ, ബ്ലോക്കുള്ള ഏരിയകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ചായ കുടിക്കാം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തിട്ടോ. അപ്പൊ ഇനി ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് റൗണ്ട് ജസ്റ്റ് കുറച്ചൊരു ഹാഫ് റൗണ്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മളെ ഷൊർണൂർ റോഡാന്ന് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഈ തൃശ്ശൂർ വന്ന എനിക്ക് റോഡുകളൊന്നും കറക്റ്റ് അറിയില്ല. ആകെ ഒരു ഗുരുവായൂർ റോഡ് അറിയും. ആ ഭാഗത്തേക്കാണ് കൂടുതൽ പോയിക്കണേ, പൊന്നാനിക്കും പിന്നെ ഗുരുവായൂർ അമ്പലത്തേക്കൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ റൗണ്ട് കഴിഞ്ഞ് ഷൊർണൂർ റോഡ് കയറിട്ടോ. ഷൊർണൂർ റോഡ് തന്നെയാണ് ഇത്. ഇതിന്റെ ബോർഡ് ഉണ്ടായിന് അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഷൊർണൂർ റോഡ് പറഞ്ഞിട്ട്. അപ്പൊ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 20 കിലോമീറ്റർ, ഒരു 10 കിലോമീറ്റർ ഒക്കെ പോയതിനു ശേഷം നല്ലൊരു ഹോട്ടലുണ്ടാ സ്റ്റോപ്പ് ചെയ്തിട്ട് ചായ കുടിക്കുക. സമയം 9:04 ആയിട്ടുണ്ട്. ജുമേന്റെ മുമ്പ് അവിടെ എത്തണം പള്ളി പോവാന്. വെള്ളിയാഴ്ച അല്ലേ. 11 മണിക്കാട്ടോ അവിടെ റീച്ച് ടൈം കാണിക്കുന്നത്. പിന്നെ ഇനി ചായ എടുക്കാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1:15 നിസ്കാരം വരും. അപ്പോ എന്തായാലും അതിന്റെ മുമ്പൊക്കെ ആയിട്ട് എത്തും. അങ്ങനെയൊക്കെ ഒരു 10:30 സമയപ്പോഴേ നമ്മൾ ഏകദേശം പെരിന്തൽമണ്ണ എത്താനായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിരിക്കണം ചായ കുടിക്കാൻ വേണ്ടിട്ട്. ഇനി പെരിന്തൽമണ്ണക്ക് 19 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ ഏതൊക്കെ ഉള്ളിലൂടെയുള്ള ഏതൊക്കെ വഴിയിലൂടെ ഇങ്ങനെ പോണത് മാപ്പ് നോക്കിക്കൊണ്ട് കുറെ ഷോർട്ട് വഴികളൊക്കെ കാണിക്കണേ. അപ്പൊ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു, ടീലാല. അപ്പൊ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറാണ്. ഇനിയിപ്പോ എന്തായാലും ഊബർ ഒന്നും അടിക്കൂല. ഇന്നിപ്പോ ആകെ നമുക്ക് ആ ഒറ്റ ട്രിപ്പ് അടിച്ച 342 ടോളിന്റെ പൈസയും. അപ്പോ ഇനിയിപ്പോ ഇത് ഓഫ്ലൈൻ ആക്കാം. ലൊക്കേഷനൊക്കെ ഓഫ് ചെയ്തിട്ട് ചായ അടിക്കട്ടെ പോയിട്ട്. പൊറാട്ടയും ബീഫ് ഹോട്ടൽ ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. ഒരു പൊറാട്ടയും ബീഫും ചായയുമായി 154 രൂപ. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക്. ഇവിടുന്ന് ഇനി 32 കിലോമീറ്റർ ആട്ടോ കാണിക്കണേ ശരിക്കും നമ്മളെ വീടിന്റെ അവിടേക്ക്. അപ്പോൾ അത് 57 മിനിറ്റ്, അതായത് 1 മണിക്കൂർ 11:45 എത്തുന്നതാണ് കാണിക്കണേ. അങ്ങനെ കേസ് ഫൈനലി ഒരു 11:42 ആയപ്പോൾ നമ്മളെ നാട്ടിലേക്ക് എത്തിട്ടോ. ഇതാണ് നമ്മളെ പൊട്ടിയെടുത്താൽ. നമ്മളെ റോഡൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. റോഡൊക്കെ കച്ചറ റോഡായിരുന്നു. ഇപ്പൊ റോഡൊക്കെ പുതിയ റോഡൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മളെ പൊട്ടിയെടുത്താൽ ഗ്രൗണ്ട് ആട്ടോ. നമ്മളെ ഒരു അരമണിക്കൂർ മുമ്പേ എത്തേണ്ടതായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ചുറ്റിയിട്ടാണ് പോകുന്നത്. വെട്ടത്തൂരൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ അലനെല്ലൂര് വഴിയാ കുറച്ചായി കൂടി ഇങ്ങനെ ചുറ്റിയിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പൊ ഇനി ഏതായാലും ഇപ്പൊ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പൊ അങ്ങനെ കേസ് നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ വീട്. അപ്പൊ ഇനി ഗേറ്റ് തുറക്കട്ടെ. ഗേറ്റ് ഒക്കെ ക്ലോസ് ആക്കി കിടക്കാണ്. അപ്പൊ അങ്ങനെ കറക്റ്റ് ഒരു 11:45 ആയപ്പോ നമ്മള് വീട്ടിലേക്ക് എത്തിട്ടോ. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വീട്ടിലെ വണ്ടി ഇവിടെ ഉണ്ട്, ഇത്യോസ്. കാക്കനാട് നിന്ന് CNG അടിച്ചിട്ടേ 166 കിലോമീറ്റർ ആട്ടോ നമ്മൾ ഓടിയത്. ടോട്ടൽ ബിയില് 180 കിലോമീറ്റർ ആയിട്ട് ഇന്ന് ഞാൻ വണ്ടി വീട്ടിൽ നിന്ന് എടുത്തപ്പോ. അപ്പോ ഏകദേശം ഒരു ദിവസം നമ്മളവിടെ ഊബർ പറഞ്ഞ കിലോമീറ്റർ ഇപ്പൊ ഏകദേശം ഓടി 150 കിലോമീറ്റർ. 150 ഒക്കെ ആകുമ്പോൾ നമ്മള് സൈഡ് ആക്കലുണ്ട്. 180 200ന്റെ അടുത്തൊക്കെ ആകുമ്പോ. അപ്പൊ ഏതായാലും ഇപ്പൊ വീടെത്തി. അപ്പൊ ഓക്കെ കേസ്. അപ്പൊ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പള്ളിയിൽ പോട്ടെ. പള്ളിയിൽ പോകാനുള്ള സമയമായി. അപ്പൊ ഓക്കെ.